തിരുപ്പട്ട സ്വീകരണ ചടങ്ങിനെത്തിയ പോലീസുകാരുടെ സംഘത്തെ കണ്ട് ദേവാലയത്തിലെത്തിയ വിശ്വാസികൾ അമ്പരന്നു. ഇറ്റലിയിലെ കത്തീഡ്രൽ ഓഫ് പ്രാറ്റോയിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന തിരുപ്പട്ട സ്വീകരണ വേളയിലാണ് സവിശേഷമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഫാദർ മിഷേൽ ഡി സ്റ്റെഫാനോയുടെ തിരുപ്പട്ട സ്വീകരണത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സഹപ്രവർത്തകരായിരുന്ന പോലീസുകാരുടെ സംഘം. മുമ്പ് പങ്ക് ബാൻഡിൽ ഗിറ്റാറിസ്റ്റായിരുന്ന ജിയൂലിയോ വാനുച്ചിയും ഫാദർ മിഷേലിനൊപ്പം തിരുപ്പട്ടം സ്വീകരിച്ചതും മറ്റൊരു സവിശേഷതയായി. സാധാരണക്കാരായവരെയാണ് ദൈവം എപ്പോഴും തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നതെന്ന് തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ച ബിഷപ്പ് ജിയോവാനി നെർബിനി പറഞ്ഞു. നീണ്ട മുടിയും താടിയുമുള്ള ഫാദർ ജിയൂലിയോ വാനുച്ചി മുമ്പ് പ്രാദേശിക പങ്ക് ബാൻഡായ ഐക്വാണ്ടി ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. 38-കാരനായ വാനുച്ചി പീസ്റ്റോയ പട്ടണത്തിലാണ് ജനിച്ചത്. വളരെ രസകരമായ ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് തൻ്റെ ബാൻഡ് ജീവിതത്തെക്കുറിച്ച് വനുച്ചി പ്രതികരിച്ചത്. കഴിഞ്ഞ 8 വർഷമായി വനുച്ചി ഭവന നിർമ്മാണത്തിന് സഹായിക്കുന്ന കത്തോലിക്ക സംഘടനയിൽ ഇഷ്ടികപ്പണിക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു പുരോഹിതനാകുക എന്നാൽ കൂടുതൽ സേവനത്തിൽ ഏർപ്പെടുക എന്നതാണെന്ന് ഫാദർ വനുച്ചി പറയുന്നു. 39-കാരനായ ഫാദർ മിഷേൽ ഡി സ്റ്റെഫാനോ മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഫ്ലോറൻസയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലനം. പൗരോഹിത്യ സ്വീകരണം ഒരു ലക്ഷ്യമല്ലെന്നും പുതിയ പാതയുടെ തുടക്കമാണെന്നും ഫാദർ മിഷേൽ പറയുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിലും പ്രഥമ ദിവ്യബലി അർപ്പണത്തിലും പങ്കാളികളാകാൻ സഹപ്രവർത്തകരായ നിരവധി പോലീസുകാർ എത്തിയതും കൗതുകമായി.